അതിവേഗം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു സീരിയൽ തന്നെയാണ് ഉപ്പുമുളകും. എത്രമാത്രമാണ് ഇതിന്റെ പ്രേക്ഷക സ്വീകാര്യത എന്ന് കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല. അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയങ്കരമായി മാറിയ ഒരു സീരിയൽ ഉപ്പുമുളകും എന്ന പരമ്പര കാണുന്നവർക്കെല്ലാം പരിചിതനാണ് കേശു. ഈ സീരിയലിലൂടെയാണ് പ്രേക്ഷകർ കൂടുതലും കേശുക്കൂട്ടരെ ഏറ്റെടുത്തത്. തലതല പറയുകയും വളരെയധികം പ്രേക്ഷകരെ വ്യസിപ്പിക്കുകയും ചെയ്യുന്ന കേശുവിന്റെ കഥാപാത്രം കുഞ്ഞിലെ മുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേശു സീരിയലിനോടൊപ്പം തന്നെ വളർന്നു എന്ന് പറയാം. അൽസാബിദാണ് ഈ വേഷം ചെയ്യുന്നത്. വർഷങ്ങളായി അൽസാബിനെ മാത്രമാണ് കേശുവായി പ്രേക്ഷകർക്ക് കാണാനും സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ ചെറുതിലെ തന്നെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് കാശ് നേടി വീട്ടിൽ കുടുംബം പോറ്റുന്ന ഒരു വ്യക്തിയാണ് അൽസാബിദ് എന്ന് പറയാം. ഉപ്പുമുളകിൽ അഭിനയിച്ചു തുടങ്ങി കാശ് കെട്ടി തുടങ്ങിയപ്പോൾ അൽസാബിദിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നുപോയി തുടങ്ങിയത്. അൽസാബിദിന്റെ വീട്ടിൽ അൽസാബിദും ഉമ്മയും മാത്രമായിരുന്നു. വിവിധ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ അൽസാബിദ് കേശുവിനെ അവതരിപ്പിച്ച് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ചെറിയ ഒരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണെന്നും അദ്ദേഹം ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് മാറാൻ പോവുകയാണെന്നുമാണ് പറയുന്നത്. ഇനി കുറച്ചു നാളത്തേക്ക് ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പുമുളകിന്റെ വീടിന്റെ പടിവാതിൽ നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അൽസാബിദ് എത്തിയിരിക്കുന്നത്. എന്തുപറ്റിയെന്നും കേശു എങ്ങോട്ടാണ് പോകുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട്. കേശു പോകരുതെന്നും കേശു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് ഉപ്പുമുളക് കാണാൻ തോന്നില്ല എന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർത്തു. കേശുവിന്റെ പിറന്നാൾ മെയ് 8-നാണ്. നിരവധി പേരാണ് താരത്തിന് ആശംസ അറിയിച്ച് എത്തിയിട്ടുള്ളത്. ഫാൻസ് ഗ്രൂപ്പുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും എല്ലാം വൈറലായി മാറിയിട്ടുമുണ്ട്. എപ്പോഴും ആ സമയമാകുമ്പോൾ പ്രേക്ഷകർക്ക് മറുപടി നൽകാൻ അൽസാബിദ് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. അല്ലാതെ ഇത്തരത്തിലെ ചെറിയ കാര്യങ്ങൾ പറയാനും അൽസാബിദ് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അൽസാബിദ് വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്ന് പറയാനും സാധിക്കില്ല. എന്നാൽ വിശേഷങ്ങളെല്ലാം കൃത്യമായി ആരാധകരെ അറിയിക്കാൻ അൽസാബിദ് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എത്തി ഞാൻ ഇനി കുറച്ചു നാളത്തേക്ക് ഉപ്പുമുളകിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം പറയുന്നത്. അൽസാബിദ് എന്ന കുഞ്ഞുകുട്ടി ആ കുടുംബം പോറ്റുന്ന കഥ നമ്മൾ ഇതിനു മുൻപ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേശുവിനോട് മലയാളി പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ടെന്ന് പറയാം. അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നും പറയാം. പലപ്പോഴും ആലോചിക്കും 11ാം വയസ്സിൽ എന്താ ചെയ്തതെന്ന്. കൂട്ടുകാരോടൊപ്പം കള്ളനും പോലീസും കളിച്ചു, അല്ലാണ്ട് ഒന്നുമില്ല. ഒരു ദിവസം തേക്കിനിടയ്ക്ക് കേശുവിന്റെ തല ചെന്നിടിച്ചു. അങ്ങനെ അത് കണ്ട് എല്ലാവരും ഒരുപോലെ പേടിച്ചു. എന്നാൽ ആ വേദന കടിച്ചു പിടിച്ച് അവൻ ഷൂട്ടിനിടയിൽ അതിഗംഭീരമായി തന്നെ അത് കൈകാര്യം ചെയ്തതിനെ കുറിച്ച് ഒരിക്കൽ ഇവർ ഉപ്പുമുളക് ടീം തന്നെ വളരെയധികം സന്തോഷപൂർവ്വം സംസാരിച്ചു. ഉമ്മയ്ക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതാണ് കേശുവിന് ഏറ്റവും ഇഷ്ടം. അവന്റെ പിറന്നാളുകളെല്ലാം അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ശിവാനിയോടൊപ്പം പാർവനോടൊപ്പവും ലച്ചുവിനോടൊപ്പം ആഘോഷിക്കുന്നതിനോടൊപ്പം അൽസാബിദിന്റെ ഉമ്മ കൂടി വേണമെന്ന് അവൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഉമ്മ വളർത്തിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ഉമ്മയെ വിട്ട് മാറാനും നല്ല പ്രയാസമാണ്. ഉമ്മയും കൊണ്ടാണ് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും എല്ലാ പരിപാടികളിലും അൽസാബിദ് പോകാറുള്ളത്. അത്രമാത്രം ഉമ്മയെ സ്നേഹിക്കുന്നു. ഉമ്മയാണ് അൽസാബിദിനെ വളർത്തിയത്. അതുകൊണ്ട് ഉമ്മയെ മാത്രം സ്നേഹിക്കാനേ അൽസാബിദ് പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം ഈ വയസ്സിൽ അൽസാബിദ് പോറ്റുന്നതെന്ന് കൂടി നമ്മൾ പറയണം. ടീനേജിലേക്ക് കടന്ന അൽസാബിദിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചു നോക്കാറുണ്ട്. എന്നാൽ പഠിത്തത്തിന്റെ ആവശ്യവും ഷൂട്ടിംഗ് തിരക്കുകളും ഒക്കെ ആയി നിൽക്കുന്ന അൽസാബിദ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഏറെയും താമസിക്കാറുമുണ്ട്. എന്നിരുന്നാലും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഒന്നുപോലും മറക്കാതെ ഏറ്റെടുക്കാറുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.